ലോക സൈക്കിൾ ദിനം. ബാല്യകാല സ്മരണകൾ. രചന അനിൽ മണ്ണത്തൂർ. വായന വത്സ ശ്രീലത. ജൂൺ 3 ലോക സൈക്കിൾ ദിനമായി ആചരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ 2018 മുതലാണ് സൈക്കിൾ ദിനാചരണം ആരംഭിച്ചതെന്നാണ് ഓർമ്മ. ഒരു വാഹനം എന്ന നിലയിൽ സൈക്കിൾ ഉപയോഗം പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പ്രകൃതി ഇന്ധന ഉപയോഗം പരമാവധി കുറയ്ക്കുക, ആരോഗ്യം മെച്ചപ്പെടുത്താൻ വ്യായാമമായി ഉപയോഗിക്കുക തുടങ്ങിയവയുടെ പ്രാധാന്യം വിളിച്ചോതാനും ദിനാചരണം ലക്ഷ്യമാക്കുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് പിലാശ്ശേരിയിലെ മൺപാതയിലൂടെ ഏറ്റവും കൂടുതൽ ഓടിയിരുന്നത് സൈക്കിളായിരുന്നു. മറ്റു വാഹനങ്ങൾ ഒന്നോ രണ്ടോ, ബസ്, ഇരുചക്ര വാഹനങ്ങൾ അപൂർവം എന്നെങ്കിലും ഒരു ജീപ്പോ കാറോ, കൊടുവള്ളിച്ചന്തയിലേക്കുള്ള കാളവണ്ടി, അത്രമാത്രം. അവ കാണാൻ റോഡ് ഭാഗത്തേക്ക് ഓടിയാൽ മാഷന്മാരുടെ വക ചൂരൽ കഷായം. ഹെഡ് മാസ്റ്റർ, കേളു മാസ്റ്റർ സ്കൂളിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാവും. ചോയ് മാസ്റ്റർ ആണെങ്കിൽ തലയ്ക്ക് ഒരു കിഴുക്ക് കിട്ടും. സ്വാമി മാസ്റ്റർ ആണെങ്കിൽ സ്നേഹത്തോടെയുള്ള ഉപദേശം. എല്ലാവരെയും ഓടിക്കാൻ ബെല്ലടി മാഷ് എന്ന് വിളിക്കുന്ന ബാലൻ മാഷും ചിത്രം മാഷ്, ഹുസൈൻ മാഷും എല്ലാവരെയും പേടിയായിരുന്നെങ്കിലും കുട്ടികൾ വാഹനം കാണാൻ ഓടിച്ചെല്ലുമായിരുന്നു. ഏറ്റവും അധികം സൈക്കിളാണെന്ന് പറഞ്ഞല്ലോ. പോസ്റ്റ്മാൻ, പത്രവിതരണക്കാർ, പാൽക്കാരൻ, ഐസ് കച്ചവടക്കാരൻ, മീൻകാരൻ സ്ഥിരമായി സൈക്കിൾ ഉപയോഗിക്കുന്നവരായിരുന്നു. പിലാശ്ശേരിയിലും ചുറ്റുപ്രദേശങ്ങളായ പാറന്മേലും പോത്താലിയിലും സൈക്കിൾ കടം കിട്ടുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. മണിക്കൂറിന് 50 പൈസയായിരുന്നു വാടക. മിക്ക കുട്ടികളും സൈക്കിൾ വാടകയ്ക്കെടുത്ത് ചവിട്ടിപ്പടിച്ചിരുന്നു. സത്യത്തിൽ എനിക്കവരോട് അസൂയായിരുന്നു. ചെറുപ്പകാലത്തെ എല്ലാ കുട്ടികളെയും പോലെ സൈക്കിൾ ചവിട്ടണമെന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു. ചെറിയ മാമൻ സൈക്കിൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പുറകിൽ കയറുന്നത് പോലും മഹാഭാഗ്യമായി ഞാൻ കരുതിയിരുന്നു. 3ാം തരത്തിൽ പഠിക്കുമ്പോൾ ക്ലാസ് മാസ്റ്ററായ താമു മാസ്റ്റർ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ സൈക്കിൾ ചവിട്ടുക എന്ന എൻ്റെ മറുപടി കേട്ട് കുട്ടികൾ ചിരിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. സ്കൂൾ വിട്ടാൽ മജീദും മൂസായും തണ്ണീർക്കണ്ടി അനിയനും സുഖവും കുരുവണ്ണൂരിലെ ഗിരീഷും ഒക്കെ സൈക്കിൾ സംഘടിപ്പിക്കും. അതിൽ കയറാൻ ചോദിച്ചാൽ ടീച്ചർ അറിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞ് അവർ പതുക്കെ ഒഴിവാക്കും. അമ്മയുള്ള സ്കൂളിൽ തന്നെ ചേർത്തതിൽ സ്വയം ശപിക്കും. ഈ അമ്മയ്ക്ക് വീട്ടിലെങ്ങാനും ഇരുന്നാൽ പോരെ എന്ന് പലപ്പോഴും കരുതിയിട്ടുണ്ട്. അന്ന് പിലാശ്ശേരി സ്കൂളിൽ പഠിച്ച ബേബി മാമനും വല്യമ്മയുടെ മക്കളായ സതിയേടത്തിയും ഗീതേച്ചിയും എന്നെക്കുറിച്ചുള്ള പരാതി വീട്ടിൽ എത്തിക്കുന്നതിൽ കേമന്മാരായിരുന്നു. അനിതയും മോശമായിരുന്നില്ല. വീട്ടിലെത്തിയാൽ മൂപ്പിക്കാൻ മണിമാമൻ ഒന്നാമൻ, രാധമ്മാവൻ തിരുവനന്തപുരത്തും സേതുമാമനും വേണുമാമനും അവരുടെ രാഷ്ട്രീയവും, വിജയമാമൻ സ്കൂളിലും, രാജുമാമൻ കൃഷിയും ഉറുദു പഠനവുമായി അങ്ങനെ പോകും. എന്നാൽ ദിവാകരനമ്മാവനാണ് പ്രശ്നം. മൂപ്പര് വീട്ടിലെ കോടതി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി ചെന്നാൽ അമ്മയ്ക്കൊരു വിളിയുണ്ട്, ദിവാ. അത് കേൾക്കുമ്പോൾ മനസ്സിൽ ചോദിക്കും, ദിവാൻ ആരാ? ദിവാനാണോ? സഹോദര സ്നേഹത്തിൻ്റെയും ഒത്തൊരുമയുടെയും ആ നല്ല നാളുകൾ എത്രയോർത്താലും മതി വരില്ല. സൈക്കിൾ പുരാണത്തിൽ നിന്ന് കുടുംബ പുരാണത്തിലേക്ക് പോയി. എൻ്റെ കസിൻസ് രതീഷിനും രജിതിനും ചെറുപ്പത്തിൽ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. കശുമാവിൽ നിന്ന് വീഴുന്ന അണ്ടി ശേഖരിച്ചാണ് അവർ സൈക്കിൾ വാങ്ങിയത്. കെട്ടാങ്ങൽ മാവൂർ റോഡിലൂടെ സതീഷിൻ്റെ കൂടെ സൈക്കിളിൽ വരുമ്പോൾ വിമാനത്തിൽ കയറിയ സന്തോഷമായിരുന്നു. വീട്ടിൽ പറയാറില്ലെന്ന കരാറിലാണ് മൂപ്പർ സൈക്കിൾ കയറുന്നത്. മാത്രമല്ല, വീട്ടിൽ വരുത്തുന്ന പൂമ്പാറ്റ മാസിക അവനാണ് ആദ്യമെന്ന കരാറും ഉണ്ടായിരുന്നു. കാഴ്ചപരിമിതിയുള്ള എനിക്ക് സൈക്കിൾ ചവിട്ടുക എന്നത് ഒരു സ്വപ്നം മാത്രമാണെന്ന് അപ്പോഴേക്കും ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. എൻ്റെ മാമൻ്റെ മകൻ അരുൺകുമാർ കാൺപൂർ IITയിൽ പഠിക്കുമ്പോൾ അവിടുത്തെ സാറന്മാരും കുട്ടികളും ക്യാമ്പസിൽ സൈക്കിളാണ് ഉപയോഗിച്ചിരുന്നതെന്ന് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. നമ്മുടെ നാട്ടിലൊക്കെ സൈക്കിൾ കുറഞ്ഞു വരികയാണല്ലോ. ഇന്നും
പല മുതിർന്ന ആളുകളും സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. കൊടിയത്തൂരിലെ പ്രാദേശിക പത്രപ്രവർത്തകനായ കൗമുദി ജബാർക്കയെ ഏതു സമയവും സൈക്കിളിലാണ് കാണുക. REC ഹൈസ്കൂളിലെ മലയാള അധ്യാപകനായിരുന്ന കേളപ്പൻ ഉണ്ണിമാഷ് എന്നും സൈക്കിളിലായിരുന്നു വരുന്നത്. അദ്ദേഹത്തെ ഞങ്ങൾ സ്നേഹപൂർവ്വം സൈക്കിൾ ഉണ്ണിമാഷ് എന്ന് വിളിച്ചിരുന്നു. വരമൊഴി പത്രത്തിൽ TT ഇസ്മയിൽക്ക എഴുതിയ ബാല്യകാല സൈക്കിൾ ഓർമ്മകൾ എത്ര ആവേശത്തോടെയാണ് നമ്മൾ വായിച്ചത്.